السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ചരിത്ര പഠന ക്ലാസിന്റെ ഭാഗമായി ഒരൽപ്പം ഇന്ന് നമുക്ക് പ്രതിപാദിക്കാം. പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് സമയം കുറച്ച് വൈകിപ്പോയി. ഇൻഷാ അല്ലാഹ് ഏത് സമയത്തായാലും സൗകര്യം പോലെ നമുക്ക് കേൾക്കുകയാണല്ലോ ആവശ്യം. അല്ലാഹു ഹഖ് മനസ്സിലാക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഒരു സ്നേഹിതന്റെ ചോദ്യത്തിന്റെ മറുപടിയാണ് ഇന്നത്തെ ക്ലാസ്. അഥവാ നൂരിഷാ തരീഖത്ത്, ആ തരീഖത്തുമായി സമസ്തക്ക് വല്ല ബന്ധവും ഉണ്ടോ, അല്ലെങ്കിൽ സമസ്ത അത് ബന്ധപ്പെടാൻ പറഞ്ഞിരുന്നോ, നേരത്തെ ബന്ധമുണ്ടായിരുന്നോ? ഇങ്ങനെ പല സംശയങ്ങളുമാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിന് അദ്ദേഹം സമസ്തയുടെ സമ്മേളനങ്ങളിലേക്ക് നൂരിഷ വരുന്ന വീഡിയോ അടക്കം പാപ്പക്കിത്തങ്ങളും നൂരിഷയും കൂടി വരുന്ന ചിത്രം ഇതൊക്കെ അയച്ചു തരികയും ചെയ്തത്. എല്ലാവരും അത് കണ്ടിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഈ നൂരിഷ എന്ന ആളുടെ അദ്ദേഹം സ്ഥാപിച്ച തരീഖത്ത് എന്ന് പറയുന്നതും 959, 62 കാലങ്ങളിലാണ് കേരളത്തിൽ അതിനൊരു പ്രചാരം ശ്രദ്ധിക്കുന്നത്. അപ്പോ കാഴ്ചയിൽ നല്ല ഒരു പണ്ഡിതൻ, കാണാൻ അതിന്റെ മട്ടും ചേലും ഒക്കെയുള്ള ആള്, അദ്ദേഹം സദാ വിക്രി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ മറ്റ് ദുന്യവിയായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ആളുകൾ കാണും. ഇങ്ങനത്തെ അവസ്ഥയാണ് ആദ്യം നൂരിഷയെക്കുറിച്ച് ഇവിടെ ആലിമീങ്ങൾ കാണുന്നത്. പിന്നെ വിക്ർ ചൊല്ലാൻ ആവശ്യപ്പെടുകയുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിക്ർ നിങ്ങൾ ചൊല്ലണം, ഇതാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യക്ഷത്തിൽ അതിന്റെ തകരാറൊന്നും കാണാത്ത പണ്ഡിതന്മാർ അതിനെ എതിർത്തില്ല. കാരണം പണ്ഡിതന്മാരുടെ ചുമതലയും അങ്ങനെയാണ്. കാണുമ്പോഴേക്ക് എന്തെങ്കിലും ഒന്നിനെ ചാടി ഇറങ്ങി എതിർക്കുക എന്നത് പണ്ഡിതന്മാരുടെ ലക്ഷ്യം അല്ല. കാരണം ഏതൊരു കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം അത് പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ട് പണ്ഡിതന്മാരാരും അതിനെ അപ്പോൾ എതിർത്തില്ല. പണ്ഡിതന്മാരൊക്കെ ദിക്ർ പറഞ്ഞു കൊടുക്കുകയല്ലേ, ദിക്ർ ചൊല്ലിക്കുകയല്ലേ എന്ന ഒരു ലാഘവത്തോടെ അതിനെ കാണുകയും ചെയ്തു. അങ്ങനെ കുറെ ആലിമീങ്ങൾ ആ നൂരിഷാ തരീഖത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായി. പ്രത്യേകിച്ച് കരുവാരക്കുണ്ട്, പെരിന്തൽമണ്ണ പോലെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് തോനെ ആളുകളും അതിന്റെ ഇവരെ മുരീദന്മാരായിട്ടോ. ആ സന്ദർഭത്തിലാണ് നമ്മുടെ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജ് വരുന്നത്. അത് ആ സ്ഥലമൊക്കെ ആദ്യം അതിന് നൽകി. അതൊക്കെ ഞാൻ നേരത്തെയുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കറാച്ചി ബാപ്പുഹാജി എന്ന പേരിൽ അറിയപ്പെടുന്ന പട്ടിക്കാട് പൗരമുഖ്യനായ ബാപ്പുഹാജി എന്നവർ തനിക്കുള്ള എല്ലാ സ്ഥലങ്ങളും ആ കോളേജിൽ നിന്ന് നീക്കിവെച്ചപ്പോൾ ആ നീക്കിവെച്ചത് ആദ്യം അത് നൽകിയിരുന്നത് ബോംബെയിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട ഈ നൂരിഷ എന്ന ആൾക്കായിരുന്നു. അങ്ങനെയാണ് നൂരിഷ കേരളത്തിലെത്തുന്നതും കേരളവുമായി ബന്ധപ്പെടുന്നതും. ആ പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ പല പ്രാവശ്യവും നൂരിഷ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ പല ആലിമീങ്ങളും അദ്ദേഹത്തോടൊപ്പം കൂടിയിട്ടുണ്ട്. ആ സമയത്ത് സമസ്ത കേരളമായ ഒരു യോഗം ചേർന്ന് ഇങ്ങനെ ഹൈദരാബാദിൽ വന്ന കാര്യമായ ഒരു പണ്ഡിതനാണ്, ശരീഅത്തിന്റെ അതിന്റെ ആളാണ്, അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തോട് വല്ലത്ത് ചെയ്യണം, അല്ലെങ്കിൽ അതിന് കൂടണം എന്നുള്ളൊരു തീരുമാനമൊന്നും സമസ്ത അന്ന് എടുത്തിട്ടില്ല. എന്നാൽ സമസ്ത കേരള ജമിയത്തുലമയോട് ബന്ധപ്പെട്ടവരാണല്ലോ കേരളത്തിലുള്ള സുന്നി ആലിമീങ്ങളും അതുപോലെ ജനങ്ങളും മുഅ്മിനീങ്ങളും ഒക്കെ. അവരോടും അതിൽ നിങ്ങൾ കൂടണ്ട, അദ്ദേഹത്തെ തന്നെ കാണണ്ട, അതിൽ പങ്കെടുക്കണ്ട എന്നും പറഞ്ഞിട്ടില്ല. ഇതദ്ദേഹം ദിക്ർ ചൊല്ലിക്കൊടുക്കുന്നു, ആളുകൾ ആ ദിക്റേറ്റതാവുന്നു, ആ ദിക്റിനെ ചൊല്ലുന്നു. ഇതാണ് പ്രത്യക്ഷത്തിൽ കാണുന്നത്. ആ സന്ദർഭത്തിലാണ് തലശ്ശേരിയിൽ ഇദ്ദേഹം ഒരു തരീഖത്ത് സമ്മേളനം വെക്കുന്നത്. തരീഖത്ത് സമ്മേളനം എന്ന പേര് അപ്പോഴാണ്
ആലിമീങ്ങൾ ചിന്തിക്കുന്നത്. ശരീഅത്തിനങ്ങനെ സമ്മേളനം ഒരിക്കലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഒരു ശരീഅത്തിന്റെ ശേഷം വന്ന് സമ്മേളനം നടത്തി അവിടെ മുരീദന്മാരെ മൊത്തം ഉണ്ടാക്കിയിട്ടില്ല. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ആലോചിക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട മർഹൂം ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹ മഹാനവരുടെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരുടെ നാട്ടിന്റെ അടുത്ത് വെച്ചാലുള്ള തലശ്ശേരിയിലുള്ള യോഗം നടക്കുന്ന സമയം അതിലേക്ക് ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ ഇത് ദീർഘനിഷ്ഠയുള്ള പണ്ഡിതനായതിന്റെ പേരിൽ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ബഹുമാനപ്പെട്ടവർ ആ സമ്മേളനത്തിന് പോയില്ല. മാത്രവുമല്ല, ബഹുമാനപ്പെട്ടവർ വേണ്ടതുപോലെ ആലോചിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു കത്ത് നൽകി. എന്തായിരുന്നു കത്തിന്റെ ഉള്ളടക്കം? ഇങ്ങനെ ഹൈദരാബാദുകാരനായ നൂരിക്ക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പലഭാഗത്തും വന്ന് ഒരു തെരീഖത്തിന്റെ പ്രചരണം നടത്തുന്നു. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ കാര്യമൊന്ന് വേണ്ടതുപോലെ പഠിച്ച് മനസ്സിലാക്കിയത് തീർപ്പ് കൽപ്പിക്കണം എന്നാണ് കത്തിന്റെ ഉള്ളടക്കം. ആ കത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ലഭിച്ചപ്പോൾ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ മുശാവറ യോഗം ചേർന്നു. മുശാവറ യോഗം ചേർന്ന് ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ ഈ കത്ത് ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ചില ആലിമീങ്ങൾ അദ്ദേഹം ദിക്ർ ചൊല്ലി കൊടുക്കുകയല്ലേ പറഞ്ഞു കൊടുക്കുകയല്ലേ ഉള്ളൂ എന്നുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞെങ്കിലും ആലിമീങ്ങൾ മൊത്തത്തിൽ എല്ലാവരും കൂടി ഐക്യകണ്ഠേന തീരുമാനിച്ചു ഈ നൂരിക തെരീഖത്തിനെ കുറിച്ച് അഥവാ നൂരിക നമുക്ക് ഇവിടെ പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ച് ഒരു പഠനം നടത്തുക. അതിന് മലയാളമല്ലാതെ ഉറുദുവും കൂടി അറിയുന്ന പണ്ഡിതന്മാർ ജനാബ് മർഹൂം വാണിയമ്പലം ഉസ്താദിനെ പോലെയുള്ളവർ സമസ്തയിലുണ്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തി ഒരു സമിതിയെ നിശ്ചയിച്ചു. ആ സമിതി ഹൈദരാബാദിൽ പോയി, അദ്ദേഹത്തിന്റെ ആസ്ഥാനം അവിടെയാണല്ലോ, അവിടെ ചെന്ന് ഇത് പരിശോധന നടത്തി. അദ്ദേഹത്തിന് ചില കൃതികളൊക്കെ ഉണ്ടായിരുന്നു, പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളൊക്കെ ശേഖരിച്ച് പഠനം നടത്തി. ആ പഠനം നടത്തിയ റിപ്പോർട്ട് ബഹുമാന്യരായിരിക്കുന്ന ഈ ആലിമീങ്ങൾ മുഷാവറക്ക് സമർപ്പിച്ചു. മുഷാവറ വീണ്ടും യോഗം ചേർന്ന് ഈ റിപ്പോർട്ട് ചർച്ച ചെയ്ത് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ തെരീഖത്തിൽ അത് മുസ്ലിമീങ്ങൾക്ക് യോജിക്കാത്തതാണ്, മുസ്ലിമീങ്ങൾക്ക് അത് സ്വീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് ആലിമീങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആലിമീങ്ങൾ പറഞ്ഞു, ആഹ്വാനം ചെയ്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ ചേർന്നുകൊണ്ട് പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്തു, നൂരിക തെരീഖത്തുമായി ആരും ബന്ധപ്പെടാൻ പാടില്ല, നൂരിക തെരീഖത്തിന്റെ ആ ലൈനിലൂടെ ആരും പോകാൻ പാടില്ല, നമുക്ക് ആ തെരീഖത്ത് യോജിച്ചതല്ല. അതുകൊണ്ട് ആരെങ്കിലും അതിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ചേർന്നവർ അതിൽ നിന്ന് വിട്ടുനിൽക്കണം. ആ തെരീഖത്ത് സുന്നികൾക്ക് പറ്റിയ തെരീഖത്തല്ല. ഈ ആഹ്വാനം വന്നപ്പോൾ കുറെ മൂല്യന്മാരതിൽ ചേർന്നവരുണ്ടായിരുന്നു. അവരൊക്കെ അതിനെ ഗണ്ണിക്കുവാൻ തുടങ്ങി. എന്താണ് അതിന് തകരാറ്? ഞങ്ങൾ തകരാറൊന്നും കാണുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് സമസ്ത ഇങ്ങനെ എതിർക്കുന്നത് എന്നൊക്കെ ചില ആളുകൾ അഭിപ്രായം പറഞ്ഞെങ്കിലും മഹാന്മാരായിരിക്കുന്ന ആലിമീങ്ങൾ അവർ പഠിച്ച് മനസ്സിലാക്കിയതിൽ അവർ ഉറച്ചു നിന്നു. ആ ആഹ്വാനം ജനങ്ങളോട് പിന്നെയും പിന്നെയും ആവർത്തിച്ചു. അതിന് ഈ ക്ലാസ് കേട്ടിട്ട് ആരും എന്നോട് ചോദിക്കേണ്ട ഏത് ബുക്കിലാണ് തകരാറുള്ളത്, അവർ റിപ്പോർട്ട് നൽകിയ ഏത് പുസ്തകം ഏത് തീയതിക്ക് ഏതിലാണ് ആ തകരാറ് എന്ന് എന്നോട് ചോദിക്കാൻ നിൽക്കേണ്ട. കാരണം ഞാൻ ആ പുസ്തകം പരിശോധിക്കാൻ പോയിട്ടില്ല. പുസ്തകം പരിശോധിക്കുന്ന കൂട്ടത്തിൽ ഞാനുണ്ടായിട്ടില്ല. മഹാന്മാരായിരിക്കുന്ന ആലിമീങ്ങൾ അത് പരിശോധിച്ച് മുശാവറക്ക് അഭിപ്രായം ആ റിപ്പോർട്ട് കൊടുത്ത് ആ അടിസ്ഥാനത്തിൽ മുശാവറ തീരുമാനിച്ചു. ആ തീരുമാനമാണ് നമ്മുടെ ലക്ഷ്യം. ആലിമീങ്ങൾ പറഞ്ഞത് കേൾക്കുക എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അവിടെ പിന്നെ ഞാൻ സ്വന്തം പോയി ഒരു ബുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ആലിമീങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ഏത് ബുക്കിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അത് കരുതി നടക്കേണ്ട ബാധ്യത നമുക്കില്ല. എന്നാൽ അന്ന് 1964-65 കാലങ്ങളിൽ ചില ആലിമീങ്ങൾ ഇതിനെ എതിർത്തപ്പോൾ അന്നത്തെ ആലിമീങ്ങൾ ആ പുസ്തകമൊക്കെ വെച്ച് അന്ന് സ്പീക്കറും വെച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റുള്ളവർക്ക് അന്ന് ബോധ്യപ്പെടാൻ വേണ്ടി. അപ്പോ ആ പുസ്തകവും മറ്റുമൊക്കെ ചില റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ പല ആലിമീങ്ങളും അതിൽ നിന്ന് പിന്മാറുകയും
ഏതാനും ചില ആളുകൾ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അതൊരു കാര്യം വരുമ്പോൾ എന്തായിരുന്നാലും അങ്ങനെയാണല്ലോ, മറ്റാളുകൾ എന്തായിരുന്നാലും ന്യൂനപക്ഷമെങ്കിലും അതിലുണ്ടാകും. അതുകൊണ്ടാണല്ലോ ഇവിടെ വഹാബിയും മൗദൂദിയും തബ്ലീഗും ഖാദിയാനിയും ഒക്കെ ഉണ്ടാകാൻ കാരണം അലിമീങ്ങൾ അന്ന് അതിനൊക്കെ പ്രതിരോധിച്ചിരുന്നു, പഠിപ്പിച്ചു കൊടുത്തിരുന്നു. പക്ഷെ ചില ആളുകൾ സ്വീകരിച്ചില്ല. സ്വീകരിക്കാത്തതിന്റെ പേരിൽ കുറച്ചാളുകൾ അതിലിങ്ങനെ ഉറച്ചു നിന്നു. അത് ഖിയാമത്ത് നാൾ വരെ അത് തുടരുകയും ചെയ്യും. അപ്പൊ അതാണ് മുരിശാ തരീഖത്തിന്റെ ആ തരീഖത്ത് ശരിയല്ലെന്ന് ആലിമീങ്ങൾ പറഞ്ഞപ്പോൾ അത് നമ്മൾ കേട്ടു. ആലിമീങ്ങൾ അതിനെക്കുറിച്ച് തീരുമാനമെടുത്തു. ആ തീരുമാനം പൊതുജനം അംഗീകരിക്കുന്നു. ആ അടിസ്ഥാനത്തിൽ പലരും വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വിട്ടുനിൽക്കാത്ത ഒരാളായിരുന്നു ബി കുട്ടി ഹസൻ ആജി എന്ന് പറഞ്ഞത്. ഈ കുട്ടി ഹസൻ ആജിനെ പഴമക്കാർക്ക് അറിയാം, എന്നാൽ ചെറുപ്പക്കാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും അറിവില്ല, അറിയാനും സാധ്യമായിരിക്കില്ല. കാരണം കുട്ടി ഹസൻ ഹാജി മരണപ്പെട്ടു പോയിട്ട് തന്നെ കുറച്ചു കാലമായി. കുട്ടി ഹസൻ ഹാജി അദ്ദേഹം ഒരു വലിയ പണ്ഡിതനായിരുന്നില്ല, വലിയൊരു ആരുമായിരുന്നില്ല, എന്നാൽ കുറച്ച് നല്ല വിവരമുള്ള ആളായിരുന്നു. പ്രത്യേകിച്ച് നല്ല പ്രസംഗ വൈഭവമുള്ള ആളായിരുന്നു. ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയുമായിരുന്നു അന്നൊക്കെ. ഇന്നൊക്കെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്ന നമ്മൾ ഫഖാഹിമാരും അതുപോലെ മറ്റു പല പണ്ഡിതന്മാരും നൂറാനികളും ബുഖാരി ബിരുദം നേടിയവരും സൈദി ബിരുദം നേടിയവരും ഒക്കെ ഇന്ന് ധാരാളം ഉണ്ട്. അന്നങ്ങനെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഇതുപോലെ നമ്മൾ ചുള്ളിക്കോട് ഉസ്താദ് ഇംഗ്ലീഷ് പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിക്കുന്ന ആളുകൾ, ഇംഗ്ലീഷ് അറിയുന്നവരുണ്ട് കുറച്ചൊക്കെ, പക്ഷെ പ്രസംഗിക്കാൻ വേണ്ടതുപോലെ അറിയുന്നവർ അന്നില്ല. എന്നാൽ കുട്ടി ഹസൻ ആജി നല്ല ഇംഗ്ലീഷിൽ നല്ല പ്രസംഗ വൈഭവമുള്ള ആളായിരുന്നു. മലയാളത്തിൽ നല്ല വാചാലതയുള്ള ആളാണ്. അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ, ആരുമല്ലെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയാം. അറിയുന്നത് അദ്ദേഹം വേണ്ടതുപോലെ അവതരിപ്പിക്കാൻ കഴിവുള്ള ആളായതുകൊണ്ട് സമസ്തയുടെ ഒരു പ്രചാരകൻ കൂടിയായിരുന്നു കുട്ടി ഹസൻ ആജി. സമസ്ത എന്തെങ്കിലും ഒരു പിരിവ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ കുട്ടി ഹസൻ ആജിയെ ആയിരുന്നു നോക്കിയിരുന്നത്. അദ്ദേഹത്തിന്റെ ആകാര വൈശിഷ്ട്യവും സംസാര വൈശിഷ്ട്യവും ഒക്കെ കണ്ട് പലയിടത്തിലും അദ്ദേഹത്തിന് കയറിച്ചെല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കലും മുതലാളിമാരുടെ അടുക്കലും ഒക്കെ കയറിച്ചെല്ലാനും പറയാനും ഒക്കെ ഒരു പ്രാണിയുള്ള തന്റേടമുള്ള കഴിവുള്ള ആളായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് നമ്മളെ ഇപ്പൊ കേളാരിയിൽ ഒരു ഓഫീസുണ്ടല്ലോ, നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയൊരു ഓഫീസുണ്ട് അവിടെ. കേളാരി വിഭാഗം അവരിങ്ങനെ കൈയിറക്കി വെക്കുന്നുണ്ടത്. കേളാരിയിലെത്തുമ്പോ ഇപ്പൊരു ഓഫീസുണ്ട്, അത് അവർ തന്നെ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ അവർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഫീസുണ്ട്, അത് അവരുണ്ടാക്കിയതാണ്. അവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ആ ഇറക്കങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോ ബഹുമാനപ്പെട്ട ജമലുൽ തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന അവിടെ ഒരു കോംപ്ലക്സ് ഉണ്ട്. അതായിരുന്നു ആദ്യത്തെ കേളാരിയുടെ ഓഫീസ്, സംസ്ഥയുടെ ഓഫീസ്. പിന്നെ അത് ചേളാരിക്കാർ കൈവശമാക്കിയതാണ്. ആ ഓഫീസ് എടുക്കുന്ന സമയത്ത് പ്രധാനമായും അതിന്റെ കറക്ഷൻ നടത്തിയിരുന്നത് കുട്ടി ഹസൻ ആജിയായിരുന്നു. അങ്ങനെ സമസ്തയോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. മുഷാവറയിലൊന്നും അദ്ദേഹം ഉണ്ടായിട്ടും ഇല്ല. കാരണം അങ്ങനത്തെ ഒരു പണ്ഡിതനല്ല. എന്നാൽ സുന്നിയുദ്ധ സംഘത്തിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്, സുന്നിയുദ്ധ സംഘത്തിന്റെ നേതൃത്വത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് സുന്നിയുദ്ധ സംഘത്തിലുണ്ടായിരുന്ന പത്രമായിരുന്നു സുന്നി ടൈംസ്. ഇപ്പൊ ചിലർക്കത് അറിയില്ല. സുന്നി വോയിസാണ് നമ്മുടെ പത്രം. ആ സുന്നി ടൈംസിന്റെ പബ്ലിഷർ കുട്ടി ഹസൻ ആജി ആയിരുന്നു. അത്രത്തോളം സമസ്തയോട് ബന്ധപ്പെട്ട ആളായിരുന്നു കുട്ടി ഹസൻ ആജി. പക്ഷെ ഈ കുട്ടി ഹസൻ ആജി ഈ നൂനിശയുടെ ശരീരത്തിൽ കുടുങ്ങിയപ്പോൾ അദ്ദേഹത്തോട് ആരുമീങ്ങൾ അതിൽ നിന്നും പിന്മാറാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പിന്മാറിയില്ല. പിന്മാറാത്ത കാരണം കൊണ്ട് പിന്നെയും ഉപദേശിച്ചിട്ട് അദ്ദേഹം തലശ്ശേരിക്കടുത്ത മാഹി സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നും അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയും ഒക്കെ ഉപദേശിച്ചു. പക്ഷെ അദ്ദേഹം സ്വീകരിച്ചില്ല. സ്വീകരിക്കാത്ത കാരണം കൊണ്ട് സമസ്തക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. പ്രചാരകനും പിരിവുകാരനും അതുപോലെ സുന്നി ടൈംസിന്റെ പബ്ലിഷർ തുടങ്ങിയ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഈ തെറ്റായ ദൈവത്തിൽ നിന്നും അദ്ദേഹം മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കേണ്ടി വന്നു. സുന്നി സംഘത്തിൽ നിന്ന് ഒഴിവാക്കി. സംസ്ഥയുടെ എല്ലാ പരിപാടിയിൽ നിന്നും അദ്ദേഹം സംബന്ധിക്കുന്നത് ഒഴിവാക്കി. അപ്പൊ ഈ പബ്ലിഷർ സ്ഥാനം, സുന്നി ടൈംസിന്റെ പബ്ലിഷർ സ്ഥാനം അയാൾക്കാണല്ലോ, അത് ഒഴിവാക്കാൻ നിയമപരമായിട്ട് വ്യവസ്ഥയില്ല. അതിന്റെ പേരിൽ അത് അദ്ദേഹം പ്രസിദ്ധീകരിച്ച്
സുന്നത്ത് ജമാഅത്തിനെതിരെ അതിൽ ലേഖനങ്ങളോ മറ്റോ വരണ്ട എന്ന് മനസ്സിലാക്കി സുന്നി ടൈംസ് എന്ന പത്രം സുന്നി വിവര സംഘം നിർത്തൽ ചെയ്യുകയാണ് ചെയ്തത്. അത് നിർത്തിയെന്ന് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ നിർത്തിയാൽ പിന്നെ അദ്ദേഹത്തിന് പബ്ലിഷ് ചെയ്യാൻ സുന്നി ടൈംസ് എന്ന പേരിൽ പിന്നെ പറ്റുകയില്ല. പിന്നെ അത് വേണമെങ്കിൽ അതിന്റെ വിശ്വാസമൊക്കെ അത് ക്യാൻസൽ ചെയ്ത് പിന്നെ വേറൊരു രൂപത്തിലത് കൊണ്ടുവരണം. പിന്നീട് അങ്ങനെ MDP എന്നുള്ള രാഷ്ട്രീയ പാർട്ടി വന്നപ്പോ അവർ അതൊന്ന് പുനരുജ്ജീവിപ്പിച്ചിരുന്നു ആ സുന്നി ടൈംസ് എന്നത്. പക്ഷെ അതും പിന്നെ നീണ്ടു നിന്നിട്ടില്ല, അസ്തമിച്ചു പോവുകയാണ് ചെയ്തത്. എന്നിട്ട് അതിന് പകരമാണ് സുന്നി വോയിസ് എന്ന പത്രം നമ്മൾ തുടങ്ങിയത്. അപ്പോ മാന്യ സഹോദരാക്കൾ മനസ്സിലാക്കണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ആ തെരീഖത്തുമായി കടുപടി പോലും ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ അന്ന് കുട്ടിയസന്നാജി ഒഴിവാക്കുമായിരുന്നായിരുന്നു. അപ്പൊ ആ ഒഴിവാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് ജനങ്ങളോട് മാറി നിൽക്കാൻ ആഹ്വാനം ചെയ്യുകയും അതിനുശേഷം നൂരിശയുമായോ അല്ലെങ്കിൽ അദ്ദേഹം വിഭാവനം ചെയ്ത തെരീഖത്തുമായോ സമസ്തയുടെ ആധികാരിക പണ്ഡിതന്മാരോ ആ സമസ്ത പണ്ഡിതന്മാരുടെ കൽപ്പനകൾ സ്വീകരിക്കുന്ന മറ്റു പണ്ഡിതന്മാരോ ബന്ധപ്പെട്ടിട്ടില്ല, അത് അംഗീകരിച്ചിട്ടില്ല. അത് തെറ്റായ തെരീഖത്താണെന്ന് പ്രചരിപ്പിക്കുകയും അത് ഉത്ബോധനം നടത്തുകയും ചെയ്തു. ആ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ അതിന് വേരുപിടിക്കാൻ കഴിയാതെ വന്നതും എവിടെയെങ്കിലുമൊക്കെ വല്ല കാഹോ അല്ലെങ്കിൽ 4 ആളുകളോ ചിലപ്പോൾ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ വന്നതുപോലെ അതൊരു വേരുപിടിച്ച ഒരു പ്രസ്ഥാനമായി ഒരു തെരീഖത്തായി കേരളത്തിൽ നിന്ന് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോ ഞാൻ സംശയം ചോദിക്കാം, അപ്പൊ നോമ്പിന് ഇങ്ങനെ ഈ സമസ്തന്റെ ക്ലാസ് വേണോ എന്നൊക്കെ സംശയം ചോദിക്കുന്നവർക്കും കൂടി ഒരു മറുപടി ഇതിനുണ്ട്. സമസ്തയുടെ ആലിമീങ്ങളും ഉണ്ടായിട്ടാണല്ലോ ഈ തെറ്റായ ഈ തെരീഖത്ത് അത് തെറ്റാണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കാരണമായത്. അല്ലെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ആ തെരീഖത്തിൽ അണിചേർന്നുകൊണ്ട് അവർ ഈമാൻ നഷ്ടപ്പെടുമായിരുന്നു. അതുകൊണ്ട് തന്നെ സമസ്ത കേരള അനിവാര്യമാണ്. ആ സമസ്തയെക്കുറിച്ച് പഠിക്കൽ നമുക്ക് അനിവാര്യമാണ്. കാരണം ഇപ്പോൾ പഠിക്കൽ നിർബന്ധമായത് സമസ്ത ഞങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്ന മറ്റു ചിലരും കൂടി ഉള്ളതിന്റെ പേരിലാണ്. അതിന് ശേഷം നമ്മുടെ നാട്ടിൽ എത്ര തെരീഖത്തുള്ളെടുത്ത് വന്നു അല്ലെ, ആരും തറ തെരീഖത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി ദേശത്ത് തുടങ്ങി, ആലുവ തെരീഖത്ത് എന്ന് പറഞ്ഞ് വേറെ തുടങ്ങി. ഇതൊക്കെ ഇവിടെ വേർപിടിക്കുമായിരുന്നു. പക്ഷെ അതിനെതിരെയൊക്കെ സമസ്ത വലിയ പ്രതിരോധ പടയണി സൃഷ്ടിച്ചുകൊണ്ടുവന്നു. എന്താണ് ആ തെരീഖത്തെന്നൊക്കെ ജനങ്ങൾക്ക് ശരിക്കും പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തു. ഇനി ഈ തെരീഖത്തിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം, തോനെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ തെരീഖത്ത് സംബന്ധമായി എഴുതിയ പുസ്തകം ഉണ്ട്. ആ പുസ്തകം നമ്മുടെ സുന്നീവന സംഘത്തിന്റെ ബുക്ക് ഷോപ്പാകുന്ന കോഴിക്കോട് SYS ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ, മറ്റു ബുക്ക് സ്റ്റാളുകളിലും കിട്ടും, പക്ഷെ SYS ബുക്ക് സ്റ്റാളിൽ ചെന്നാൽ ഈ തെരീഖത്തിനെ കുറിച്ച് പൊന്മള ഉസ്താദ് എഴുതിയ പുസ്തകം വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടും. ഈ നൂരിഷ തെരീഖത്ത് മാത്രമല്ല, ആലുവ തെരീഖത്ത് മാത്രമല്ല, ആലന്തറയല്ല, അതുപോലെ പെരിന്തൽമണ്ണക്കടുത്ത് വേറൊരു തെരീഖത്ത്, അങ്ങനെ എവിടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് ഒരു പച്ച തെരീഖത്തും ഒരു ഷാളും കെട്ടി കുറച്ചു കാലം ഉണ്ടാണ്ടിരുന്ന് പിന്നെ കുറച്ച് ആളുകളെ വാടകയ്ക്കെടുത്ത് അവരെ കൊണ്ട് പ്രചരണം നടത്തി പല തെരീഖത്തും നമ്മുടെ നാട്ടിൽ വേരുപിടിപ്പിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. അതിനെതിരെയൊക്കെ ശക്തമായ പ്രവർത്തനം നടത്തിയത് മഹാന്മാരായിരിക്കുന്ന ആലിമീങ്ങളായിരുന്നു. ആ ആലിമീങ്ങളുടെ പ്രവർത്തനം അന്നില്ലായിരുന്നുവെങ്കിൽ ഈ തെരീഖത്ത് ഇതുപോലെയുള്ള പലതും നമ്മുടെ നാട്ടിൽ വ്യാപകമായി വളർന്നു വരുമായിരുന്നു അല്ലെ. എന്നാൽ മറുഭാഗത്തുള്ള സമസ്തയില്ലല്ലോ, അവര് കുടുങ്ങിയിട്ട് ചിലപ്പോ എന്ന് പറയുന്നല്ലാതെ, മറുഭാഗത്തുള്ള സമസ്ത കുടുങ്ങിയിട്ട് പറയും എന്നല്ലാതെ വ്യാപകമായി എതിർക്കാൻ തുടങ്ങിയില്ല. അതുകൊണ്ടാണ് ആലുവ തെരീഖത്തൊക്കെ കുറച്ച് പച്ചപിടിക്കാൻ കാരണമായത്. അവർക്ക് ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിരുന്ന പല മുത്തഅല്ലിമീങ്ങളും ആ തെരീഖത്തിന്റെ വാക്കുതാക്കളാണെന്ന് അറിഞ്ഞപ്പോൾ അതിനെ തടയിടാനോ പ്രതിരോധിക്കാനോ അവർ ഒരുങ്ങിയില്ല. അവരപ്പോഴും കാന്തപുരം ഉസ്താദിനെ കുറിച്ച്, കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തരം താഴ്ത്തി കാണിക്കാനും ഉസ്താദിനെ എതിർക്കാനും ഉസ്താദിന്റെ പ്രവർത്തനം ഒന്നുമല്ല എന്ന് വരുത്തി തീർക്കാനുമുള്ള കഠിന ശ്രമത്തിലായിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ്
അന്തരിച്ച സംസ്ഥയുടെ നേരത്തെ അവരുടെ കേരാരി സംസ്ഥയുടെ സെക്രട്ടറിയുടെ മരുമകൻ പോലും ആലുവ തരീഖത്തിന്റെ വാക്കടാവായി മാറുകയും അവർക്കിടയിൽ ചോദ്യചിഹ്നമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ മർക്കസിൽ പഠിച്ചതിൽ സക്കാഫിമാരങ്ങനെ പോയിട്ടില്ലേ, ആനന്തര തരീഖത്തിൽ കൂടിയില്ലേ എന്ന് ചോദിച്ചാൽ പഠിച്ചവർ ഒന്നോ രണ്ടോ കൂടിയിട്ടുണ്ട് ഇല്ല എന്ന് നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ആ വിവരമറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ ദൗത്യം ബഹുമാനപ്പെട്ടവർ നിർവഹിച്ചിട്ടുണ്ട്. സ്വകാര്യമായി വിളിച്ചു വരുത്തി മോനെ നീ അതിൽ കൂടരുത്, അത് തെറ്റാണെന്ന് ഒരു പിതാവിന്റെ വാത്സല്യത്തെക്കാൾ കൂടുതൽ AP ഉസ്താദ് പറഞ്ഞു കൊടുത്തു. പിന്നീട് പരസ്യമായിട്ടും പറയേണ്ടി വന്നു. അതൊന്നും സ്വീകരിക്കാതെ തെറിച്ചു പോയ ഒന്നോ രണ്ടോ ആളുകളുണ്ടാകാം, അവരൊക്കെ ഇപ്പോൾ മൂലത്തിരിക്കുകയുമാണ്. അതുപോലെ നമ്മുടെ മർക്കസുമായും സുന്നി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരുന്ന കക്കാട് പൈസി ഒരു നെയ്യപ്പത്തുമായി വന്നപ്പോൾ അതിനെക്കുറിച്ചും പഠിച്ചു മനസ്സിലാക്കി അദ്ദേഹത്തെ സ്വന്തമായി വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥിതിയും നോക്ക്, ഒരു ഭാഗത്ത് അദ്ദേഹം ഉണ്ട് എന്നല്ലാതെ അത് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുന്ന എല്ലാ തരീഖത്തുകളെ കുറിച്ചും വേണ്ടതുപോലെ പഠിപ്പിച്ചു കൊടുക്കാൻ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ ഒരുങ്ങിയതിന്റെ പേരിലാണ് അതിവിടെ വേരുപിടിക്കാതെ പോയത് എന്ന് നാമൊക്കെ മനസ്സിലാക്കുകയും അതിനെ ഒരു പടച്ചട്ടയായിക്കൊണ്ട് സമസ്ത കേരളം ഇവിടെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണെന്നും ആ സമസ്ത യഥാർത്ഥമായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന സമസ്ത ഏതാണെന്നും പഠിക്കേണ്ട ബാധ്യത നമുക്കൊക്കെ ഉണ്ട്. ആ അടിസ്ഥാനത്തിലാണ് സമസ്തയുടെ ചരിത്ര പഠനം എന്ന നിലക്ക് ഈ സമസ്തയെക്കുറിച്ച് അഥവാ ഇപ്പോൾ റഈസുൽ ഉലമ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് അവർകളും ഖമറുൽ ഉലമ ബഹുമാനപ്പെട്ട കാന്തപുർ ഉസ്താദുകൾ നേതൃത്വം നൽകുകയും നേരത്തെ ഞാൻ ഒറ്റക്കാണെങ്കിലും ദീനിനു വേണ്ടി പൊരുതുമെന്ന് പറഞ്ഞ ഈ ലോകത്തെ ഉരുക്കു മനുഷ്യരെന്ന് നമുക്ക് അവകാശപ്പെടാൻ അർഹതയുള്ള മർഹൂം താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി മഹാനവറുകൾ സധൈര്യം ആലിമീങ്ങളുടെ മുന്നിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ആ ആലിമീങ്ങളെ മുഴുവനും പരിപൂർണമായി അംഗീകരിച്ച് ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധമായ ഒരു നീക്കങ്ങളോ അതിനുള്ള ആലോചനകളോ നടത്തുന്നുവെങ്കിൽ എനിക്കിതിൽ ഒരു നിലക്കും സഹകരിക്കാൻ സാധ്യമല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒറ്റക്കിറങ്ങി വന്ന മഹാനായ താജുൽ ഉലമ നമുക്ക് കാണിച്ചു തന്ന മഹത്തായിരിക്കുന്ന ആ പാതയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയെക്കുറിച്ച് ഒരുപാട് നാം പഠിക്കേണ്ടതുണ്ട്. ഏതാണ് സമസ്ത എന്ന് മനസ്സിലാക്കാൻ അത് നാം എല്ലാവരും പഠിക്കാൻ തയ്യാറാകണം. എന്നിട്ട് ആലിമീങ്ങളുടെ പിന്നിൽ നാം ഉറച്ചു നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ അവർ ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി പരിശുദ്ധമായിരിക്കുന്ന ഈ റമദാൻ മാസത്തിൽ ഇപ്പോൾ അത്താഴത്തിന് സമയമായ സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരല്പസമയം ഒരു 10-23 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റിവെച്ചത് അതിൽ നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് പള്ളിയിൽ പോകാൻ സമയമായി. അതുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ദുആ വസിയ്യത്തോടെ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി